യുഎസും ഇസ്രയേലും അകാരണമായി ഇറാനിൽ ആക്രമണം നടത്തി. അവർ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ടെന്നും അണുവായുധം ഇപ്പോൾ ഉണ്ടാക്കുമെന്ന് തെറ്റായ ഒരു ധാരണ പരത്തുകയും കളവ് പറഞ്ഞുകൊണ്ട് ഇറാനിൽ ആക്രമണം ആരംഭിക്കുകയും ചെയ്തു. പക്ഷേ ഇറാനിൽ അമേരിക്ക ഇപ്പോൾ വിയർത്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രയേലിനും അമേരിക്കക്കും ഇറാനിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയുന്നില്ല. കാരണം ഇക്കഴിഞ്ഞ ദിവസം പോലും ട്രംപ് വന്ന് പറയുന്നത്, ഞങ്ങൾ നാളെ മുതൽ ഇറാനിൽ അതിശക്തമായ ആക്രമണം കാഴ്ചവെക്കുകയും ഇറാനെ 20 വർഷങ്ങൾ മുന്നേ, നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് വലിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. അതായത് ഇറാനിൽ ഒരു വലിയ ആക്രമണം അയച്ചു വിടും എന്ന് ട്രംപ് പറഞ്ഞതിന് ശേഷവും ഇറാൻ പറയുന്നത്, വെറുതെ വിടില്ല, ഞങ്ങളുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തിയതിന് ശേഷം അവർ കീഴടങ്ങുന്നത് വരെ യുദ്ധം തുടരുമെന്ന ഒരു വലിയ ഭീഷണിയാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഈ ഒരു ഭീഷണി അമേരിക്കൻ പ്രസിഡന്റ് നടത്തുകയും അതിനുശേഷം ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെ വളരെ വലിയ ശക്തമായ ആക്രമണം ടെഹ്റാനിൽ ഉടനീളം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ടെഹ്റാനിൽ ഉടനീളം നടത്തുന്നു എന്ന് പറയുമ്പോൾ അവരുടെ യുദ്ധലക്ഷ്യങ്ങളായ യുറേനിയം സമ്പുഷ്ടീകരണം ഇല്ലാതാക്കുകയോ ഇനി ഒരിക്കലും അണുവായുധം ഉണ്ടാക്കാൻ കഴിയാത്ത വിധം ഇറാനിലെ സമ്പുഷ്ടീകരണ സംവിധാനങ്ങളെ നശിപ്പിക്കുവാനോ ഇന്ന് വരെ അമേരിക്കക്ക് കഴിഞ്ഞില്ല. അതുമാത്രവുമല്ല, അവരുടെ മിസൈൽ സംവിധാനങ്ങളെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ ഇറാനിൽ ഒരു റിജീം ചേഞ്ച് കൊണ്ടുവരുവാനും കഴിഞ്ഞില്ല. ഈ ഒരു അരിശം തീർക്കുവാൻ അമേരിക്ക ഇപ്പോൾ ചെയ്യുന്നത് അവിടെയുള്ള സിവിലിയൻ സംവിധാനങ്ങളെ, സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധാരണ ജനങ്ങളുടെ സംവിധാനങ്ങളെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ ദിവസം ഇറാനിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറയുന്നത്, ഇറാനിലെ വളരെ കാലം പഴക്കമുള്ള അവിടെയുള്ള മെഡിക്കൽ ഗവേഷണ കേന്ദ്രം ആക്രമിച്ചു എന്നുള്ളതാണ്. അതായത് അവിടെയുള്ള ഹോസ്പിറ്റൽ സംവിധാനങ്ങളെയും മെഡിക്കൽ സംവിധാനങ്ങളെയും ആക്രമിച്ച് തകർക്കുകയും, എന്തിലധികം ടെഹ്റാനിലെ ഒരു ഹൈവേയിൽ പാലത്തെപ്പോലും ആക്രമിച്ച് തകർത്തു കളഞ്ഞു. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഈ ഹൈവേയിലെ പാലം തകർത്തപ്പോൾ മരണമടഞ്ഞു എന്ന് ഇറാന്റെ ഹെൽത്ത് മിനിസ്ട്രി അറിയിക്കുകയാണ്. ഇത്തരത്തിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ ഒരു സ്റ്റീൽ പ്ലാന്റ് ആക്രമിച്ചുകൊണ്ട് കേടുപാട് വരുത്തുകയും കത്തിച്ചു കളയുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെയോ അവിടെ ഒരു മിസൈലുകളും ഇറാനിൽ നിന്ന് വരാത്ത രീതിയിലേക്ക് അവരുടെ മിസൈൽ സംവിധാനങ്ങളെയോ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയാത്ത ഇസ്രയേലും അമേരിക്കയും അവിടെ സാധാരണ ജനങ്ങളുടെ സിവിലിയൻ സംവിധാനങ്ങളെ ആക്രമിച്ച് തകർക്കുന്ന വളരെ ശക്തമായ ആക്രമണ പരമ്പരക്കാണ് അവിടെ ഇപ്പോൾ തുടക്കം കുറിച്ചത്. ഇത്തരത്തിൽ ടെഹ്റാന്റെ മണ്ണിൽ ആളിക്കത്തുന്ന തീ ബോംബുകൾ ഇട്ടുകൊണ്ട് സാധാരണ സംവിധാനങ്ങളെ ആക്രമിച്ചത് കൊണ്ട് തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് മേഖലയിൽ ഉടനീളവും വളരെ ശക്തവും കൃത്യവുമായ ആക്രമണ പരമ്പരയാണ് ഇന്നലെ അരങ്ങേറിയത് എന്ന് തന്നെ വേണം പറയാൻ. ബഹ്റൈനിലെ ആമസോൺ ക്ലൗഡ് സെന്റർ ഇറാൻ ആക്രമിച്ചു. അതുപോലെ തന്നെ ബഹ്റൈനിലേക്കും UAE-യിലേക്കും കുവൈത്തിലേക്കുമൊക്കെ വളരെ ശക്തവും കൃത്യവുമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടന്നു. അതിൻ്റെ ഇടക്ക് IRGC പറയുന്നത്, ജോർദാനിൽ നിരവധി US യുദ്ധവിമാനങ്ങളെ ജോർദാനിലെ US ബേസിൽ ഞങ്ങൾ ആക്രമിച്ചു, ഡ്രോൺ ആക്രമണത്തിലൂടെ തകർത്തു കളഞ്ഞു എന്ന അവകാശവാദവുമായി IRGC കഴിഞ്ഞ ദിവസം വന്നു. അതുപോലെ തന്നെ ഇസ്രയേലിലേക്കും വളരെ ശക്തമായ ആക്രമണ പരമ്പരയാണ് ഇക്കഴിഞ്ഞ ദിവസം IRGC നടത്തിയിട്ടുള്ളത്. ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ളയും വളരെ ശക്തമായ 90 റോക്കറ്റുകൾ ഒറ്റ സമയം തന്നെ വിക്ഷേപിച്ചുകൊണ്ട് നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റി എന്ന വാർത്ത വരികയാണ്. അതുപോലെ തന്നെ ലബനാനിലേക്ക് വളരെ ശക്തമായ ആക്രമണം നടത്തി 40ഓളം ഹിസ്ബുള്ള പോരാളികളെ ഞങ്ങൾ വധിച്ചു എന്ന് IDF-ഉം അവകാശവാദം ഉന്നയിച്ചു. ലബനാന്റെ പ്രൈം മിനിസ്റ്റർ പറയുന്നത്, ഈ ലബനാന്റെ അവസ്ഥ വളരെ മോശകരമാണെന്നും ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും ലബനാന്റെ പ്രൈം മിനിസ്റ്റർ പറയുന്നു. അതുപോലെ തന്നെ ഈ യുദ്ധം ഏത് രീതിയിലും അവസാനിപ്പിക്കാൻ ഞങ്ങൾ സഹായിക്കാമെന്ന് റഷ്യയും പറയുന്നു. അതിനുവേണ്ടി ലോകത്തെ വിവിധ നേതാക്കളെ റഷ്യൻ പ്രതിനിധികൾ വിളിക്കുന്നുണ്ട്. സൗദി രാജകുമാരനെയും കഴിഞ്ഞ ദിവസം വിളിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള എല്ലാവിധ സഹായത്തിനും ഞങ്ങൾ തയ്യാറാണെന്ന് അറിയിച്ചു എന്ന വാർത്ത വരുന്നു. അതിനിടയ്ക്ക് ഏറ്റവും വലിയ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, US-ന് ഓസ്ട്രിയ എയർ സ്പേസ് നിരസിച്ചു എന്നുള്ളതാണ്. അതായത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഓസ്ട്രിയക്ക് ഒരു അഭ്യർത്ഥന ലഭിക്കുകയാണ്. ഇറാനെ ആക്രമിക്കുവാൻ വേണ്ടി നിങ്ങളുടെ എയർ സ്പേസ് തുറന്നു തരണമെന്നുള്ളതായിരുന്നു. എന്നാൽ നിരവധി അത്തരത്തിലുള്ള അഭ്യർത്ഥനകൾ അമേരിക്കയിൽ നിന്ന് US-ൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചെന്നും ആ മുഴുവൻ അഭ്യർത്ഥനകളും ഞങ്ങൾ നിരസിച്ചു കളഞ്ഞു എന്നുമാണ്
ഓസ്ട്രിയ പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു ഫ്രാൻസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ അമേരിക്കക്ക് എയർ സ്പേസ് നിരസിച്ചുകൊണ്ടുള്ള ഒരു വാർത്ത വന്നത്. ഇങ്ങനെ യൂറോപ്പിലുടനീളവും യൂറോപ്യൻ നേതാക്കൾ മുഴുവനും യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും അമേരിക്കക്ക് വ്യോമപാത തുറന്നു കൊടുക്കാതെ നിരസിക്കുകയും അതുപോലെ തന്നെ യുദ്ധത്തിൽ പങ്കാളികളാകാതെ അമേരിക്കയുടെ അഭ്യർത്ഥനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിരസിക്കുകയും ഞങ്ങൾ നാറ്റോ വിടും എന്ന ഒരു മുന്നറിയിപ്പ് പോലും അമേരിക്കൻ പ്രസിഡന്റിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്ത സംഭവ വികാസങ്ങൾ നമുക്കറിയാവുന്നതാണ്. അതായത് എക്കാലത്തും ലോകത്ത് തന്നെ ഏറ്റവും വലിയ ശക്തിയായ ഈ നാറ്റോ സഖ്യം എന്ന് പറയുന്ന സഖ്യത്തിൽ യൂറോപ്യൻ നേതാക്കൾക്കിടയിലും അമേരിക്കക്കിടയിലും ഈ ഇറാൻ യുദ്ധത്തോടുകൂടി വളരെ വലിയ വിള്ളൽ സംഭവിച്ചിരിക്കുന്നു. അവർ രണ്ട് തട്ടിലായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പോലും മാക്രോൺ പറയുന്നത്, ഫ്രഞ്ച് പ്രസിഡന്റ് പറയുന്നത്, ഈ യുദ്ധം കൊണ്ട് ഇറാനിൽ അണുവായുധം നശിപ്പിക്കുവാൻ അമേരിക്കക്കോ ഇസ്രയേലിനോ കഴിയില്ല എന്നുള്ളതാണ്. ഒരു ടോക്ക്, ഒരു എഗ്രിമെന്റിലേക്ക് എത്തുകയും ഉടൻ തന്നെ അത്തരത്തിലുള്ളൊരു പരിഹാര മാർഗത്തിലേക്ക് മുന്നോട്ട് പോകുകയും ചെയ്യുകയല്ലാതെ ഈ യുദ്ധം കൊണ്ട് ഇറാന്റെ ആണവ ശേഷിയെ ഇല്ലാതാക്കുവാൻ അമേരിക്കക്ക് കഴിയില്ലെന്ന് മാക്രോൺ തുറന്നടിച്ചു എന്നുള്ളതാണ്. മാക്രോണും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ, അതുപോലെ തന്നെ UK അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ, അതുപോലെ സ്പെയിനും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ, ഇപ്പോഴിതാ ഓസ്ട്രിയയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ പോലും വളരെ വലിയ വിള്ളലും വളരെ വലിയ ബന്ധത്തിൽ ഉലച്ചിലും സംഭവിച്ചിരിക്കുകയാണ് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ യുദ്ധലക്ഷ്യങ്ങൾ നേടുന്നതിൽ ഇറാനിൽ അമേരിക്ക പരാജയപ്പെടുന്നു. അതുപോലെ തന്നെ അമേരിക്കൻ ജനതയിൽ നിന്ന് ഞങ്ങളുടെ ടാക്സ് പേയ്മെന്റ് കൊണ്ട് എന്തിനാണ് ഇത്തരത്തിൽ അമേരിക്കക്ക് ആവശ്യമില്ലാത്ത ഇസ്രയേലിന് വേണ്ടി ഒരു യുദ്ധം ഇറാനിൽ നയിക്കുന്നതെന്ന ചോദ്യം ഉയരുന്നു. ലോകത്ത് നയതന്ത്ര പരാജയങ്ങൾ ഉണ്ടാവുന്നു. അതുപോലെ ഇപ്പോൾ ഇറാനിൽ നിന്ന് പിൻവലിയാൻ കഴിയാതെ അമേരിക്ക കുടുങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. അങ്ങനെ സാധാരണ ജനങ്ങളുടെ, ഇറാനിലെ സാധാരണ സിവിലിയൻ സംവിധാനങ്ങളെ ആക്രമിച്ചുകൊണ്ട് അവസാനം ഞങ്ങളിതാ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനിൽ നിന്ന് പിൻവാങ്ങാനാണ് അമേരിക്കയുടെ പദ്ധതി എന്നാണ് ഈ ആക്രമണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അല്ലെങ്കിൽ അവരുടെ യുദ്ധലക്ഷ്യങ്ങളല്ലാത്ത ഇറാനിലെ സാധാരണ ജനങ്ങൾക്ക് സഹായവുമായാണ് ഞങ്ങൾ വരുന്നതെന്നും, നിങ്ങൾ റെജീം ചേഞ്ച് ചെയ്തോളൂ, നിങ്ങൾ വലിയ പ്രക്ഷോഭത്തിന് തുടക്കം കുറിച്ചോളൂ, നിങ്ങൾക്ക് സഹായവുമായാണ് ഞാൻ വരുന്നത് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ അവിടെയുള്ള സാധാരണ ജനങ്ങളുടെ മുഴുവൻ സംവിധാനങ്ങളെയും, അവർക്ക് പരിക്ക് പറ്റിയാൽ കൊണ്ടുപോകേണ്ട ഹോസ്പിറ്റലുകളെയും മെഡിക്കൽ ഫെസിലിറ്റികളെയും അവരുടെ റോഡുകളെയും ആക്രമിച്ചുകൊണ്ടാണോ അവരെ സഹായിക്കുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അങ്ങനെ സാധാരണക്കാരുടെ ജനങ്ങളെ കൊന്നൊടുക്കുകയും സാധാരണ സംവിധാനങ്ങളെ ആക്രമിക്കുകയും ചെയ്യുന്നത് തീർച്ചയായും ഇറാനെ ഞങ്ങൾ ഒരുപാട് വർഷം പിന്നിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു, അവരുടെ സാധാരണ സംവിധാനങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു, ഞങ്ങൾ വിജയിച്ചു എന്ന ഒരു വിജയപ്രഖ്യാപനം നടത്തി ഇറാനിൽ നിന്ന് പിൻവാങ്ങാനാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നത് എന്ന ആർക്കും തന്നെ നിസ്സംശയം പറയാൻ കഴിയും. വരും ദിവസങ്ങളിൽ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 2-3 ആഴ്ചകൾക്കുള്ളിൽ, ഒരുപക്ഷെ അതിൽ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കും എന്ന് കഴിഞ്ഞ ദിവസം രാജ്യത്തെ അഭിസംബോധനം ചെയ്ത ട്രംപ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ യുദ്ധത്തിന്റെ പാതി ഞങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് കഴിഞ്ഞ ദിവസം പത്രങ്ങൾക്ക് മറുപടി കൊടുക്കവേ ബെന്യാമിൻ നെതന്യാഹുവും പറഞ്ഞിരുന്നു. പക്ഷേ ഇത്തരത്തിലൊന്നും നിങ്ങളെ വെറുതെ വിടില്ലെന്ന പ്രഖ്യാപനവുമായി ഏത് രീതിയിലുള്ള ആക്രമണം ഇവർ അയച്ചുവിട്ട് കഴിഞ്ഞാലും അതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് ഇറാനും രംഗത്തുണ്ട്. ഈ യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കും, ഈ ഇസ്രയേലും അമേരിക്കയും ഈ ഒരു ആക്രമണത്തോടുകൂടെ പിൻവാങ്ങുമോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ നോക്കിക്കാണേണ്ടി വരും. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.